പുനലൂർ പട്ടണത്തിൽ, കൊല്ലം ജില്ലയിലെ പുനലൂർ പട്ടണത്തിൽ DMK നടത്തിയ ഹർത്താൽ, അതായത് ഇന്ന് സത്യത്തിൽ ഇതുകണക്കൊരു ഹർത്താൽ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെന്ന് അത്ഭുതപ്പെടുത്തുന്ന രീതിക്കുള്ളതാണ്. ഒരു കട പോലും തുറന്നിട്ടില്ല. മാർക്കറ്റിനകത്തും പുറത്തുമായിട്ട് ഒറ്റ കട പോലും തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. സംഭവം മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലാ സെക്രട്ടറി റജിരാജിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ്, കൊല്ലാൻ ശ്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനൊരു ഹർത്താൽ. ഇന്നലെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ DMKയുടെ വലിയ മുൻനിര നേതാക്കൾ വന്ന് പ്രഖ്യാപിച്ച ഹർത്താൽ ഇന്ന് പുനലൂർ പട്ടണത്തിൽ ഏകദേശം ഉച്ചയോടുകൂടി, ഇപ്പം മണി ഏതാണ്ട് 12 ഉച്ചയോടുകൂടി പൂർണ്ണമായും കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. യഥാർത്ഥ വ്യാപാരികൾ ഉൾപ്പെടെ എല്ലാവരും ഇതിനകത്ത് സഹകരിച്ചു എന്നുള്ളത് വേണം പറയാൻ. സംഭവവുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസം എല്ലാ കടകളും അടച്ചിട്ടിരിക്കുകയാണ്. പുനലൂർ പട്ടണത്തിൽ മെഡിക്കൽ സ്റ്റോർ മാത്രമാണ് തുറന്നത്. ഇത്രയും ഒരു സഹരിച്ചു, അതായത് നമുക്കറിയാം കുറച്ച് നാളുകൊണ്ട് ഈ അക്രമ രാഷ്ട്രീയങ്ങൾ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ഏത് രീതിയിലുള്ള അക്രമം നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. വാഹനങ്ങളൊന്നും തന്നെ തടയുന്നില്ല, പക്ഷേ കടകളെല്ലാം അടച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും ഒരു കഴിഞ്ഞ ദിവസം നമ്മുടെ ചെമ്മന്തൂർ എസ് എൻ കോളേജ്, കൊല്ലം ജില്ല പുനലൂർ ചെമ്മന്തൂർ എസ് എൻ കോളേജിൻ്റെ മുമ്പിൽ വെച്ച് DMKയുടെ നേതാവ്, അതായത് റജിരാജിനെ ഒരു പറ്റം ആൾക്കാർ സ്വിഫ്റ്റ്, അതായത് ഒരു ചുമന്ന പഴയ സ്വിഫ്റ്റ്, ചുവന്ന സ്വിഫ്റ്റിനകത്ത് ഏകദേശം ഒരു 7 മണിക്ക് അദ്ദേഹം എല്ലാ ദിവസവും അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ അവിടെ ഒരു സുഹൃത്തിൻ്റെ കടയുണ്ട്. ആ വീട്ടിലാണ്, സുഹൃത്തിൻ്റെ വീടാണ്. വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെയാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് KSRTC ബസ് അവിടെ നടന്നിട്ട് ചായം കുടിച്ചിട്ട് ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ്സിന് വേണ്ടി കാത്തു നിൽക്കാറുണ്ട്. ഇത് സ്ഥിരമായി കഴിഞ്ഞൊരു 2-3 ആഴ്ചയായിട്ട് അങ്ങനെ നടക്കാറുണ്ട്. എന്തായാലും വളരെ വ്യക്തമായിട്ട് പ്ലാൻഡ് ആയിരിക്കണം കാര്യം. ഇല്ലെങ്കിൽ അതേ സമയത്ത് 6:30 ആ ടൈമിൽ ആ ചുവന്ന സ്വിഫ്റ്റുകാർ അവിടെ വരാനും അതിനോടൊപ്പം തന്നെ ഇദ്ദേഹത്തെ ആക്രമിക്കാനും, ഇതിൻ്റെ കൈയും കാലിനും പൊട്ടലുണ്ട്. എന്തായാലും വളരെ വലിയൊരു ഹർത്താൽ DMK തമിഴ്നാട്ടിലുള്ള ഘടകം തന്നെ തെങ്കാശി, ചെങ്കോട്ട, അതിൻ്റെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെ ഇത് അറിയുകയും ഇന്നലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ DYSP ഓഫീസിൽ പോയി കാര്യങ്ങളെല്ലാം ബോധിപ്പിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം വളരെ ശക്തമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന DMK എന്നുള്ളതാണ്. പക്ഷേ നേതാവിനെ ഇന്നലെ കൊല്ലം ജില്ലാ സെക്രട്ടറിയെ ഇന്നലെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ ഇപ്പോൾ ഏതാണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ അവരുടെ സമാപനമാണ്. അതിന് മുന്നോടിയായിട്ട് ഹർത്താലുമായി മുന്നോടിയായിട്ട് നടന്ന സമാപനമാണ്. എന്തായാലും അവരുടെ വാക്കുകളിലേക്ക് ഇവിടുന്ന് പോവാം. എന്താണ് ഇനിയുള്ള കാര്യങ്ങളെന്നൊക്കെ അറിയണമല്ലോ, ഒരു ജനങ്ങൾക്ക് അറിയണം കാര്യം എന്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് അറിയണ്ടേ. പ്രതിഷേധം
പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ഹർത്താൽ വിജയമായിരുന്നു. പുല്ലൂർ DMK-യുടെ നേതൃത്വത്തിൽ നടന്നത്. പിന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഏതാനും മണിക്കൂറുകൾക്ക് അറസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് CI പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അവർ പോലീസാണ് നിയമം പാലിക്കേണ്ടത്. അതനുസരിച്ച് നമ്മുടെ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം ആശുപത്രിയിൽ കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വളരെ കായും കാലും അടിച്ചൊടിച്ച് അതിന് പ്രതിഷേധിച്ച് ഇന്ന് നടക്കുന്ന ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ AK നവാസിനെ എടുത്തു. സൗണ്ട് വേണം. പ്രിയ സഹപ്രവർത്തകരെ, നമ്മളിന്ന് നടത്തിയ പ്രതിഷേധം വളരെ നീതിക്ക് വേണ്ടി പോരാടിയ ഒരു മഹത് വ്യക്തി, DMK-യുടെ ജില്ലാ സെക്രട്ടറി, പ്രിയ സഹോദരൻ രജിരാജ്. അദ്ദേഹം പുനലൂരിന് വേണ്ടി, പുനലൂരിൻ്റെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നാളെയുടെ നന്മയ്ക്കായി അദ്ദേഹം പോരാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പുനലൂരിലെ പൊതുജനങ്ങൾ ഒന്നടങ്കം നെഞ്ചിലേറ്റി അദ്ദേഹത്തെ DMK-യിലൂടെ സ്വീകരിച്ചപ്പോൾ അതിൽ വെറുപൂണ്ട കുറേ രാഷ്ട്രീയ കാപാലികന്മാർ പുനലൂരിനെ കണ്ണൂർ മോഡലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കറിയാം, നാളിതുവരെയായി DMK-യുടെ ഭാഗത്ത് നിന്ന് പൊതുപ്രവർത്തന നന്മ പ്രവർത്തനങ്ങൾ മാത്രമല്ലാതെ ഇന്ന് വരെ യാതൊരു വിധത്തിലുള്ള സംഘർഷഭരിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും പോയിട്ടില്ല. എന്നാൽ കഴിഞ്ഞ 3-4 മാസമായി കുറേ ആൾക്കാർ നമ്മുടെ പാർട്ടി ഓഫീസ് ആക്രമിക്കുന്നു, ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും മനാവശ്യങ്ങൾ പടച്ചുവിടുന്നു. സാമ്പത്തികത്തിന് വേണ്ടി കുറേ ആൾക്കാർ സാമ്പത്തികം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള മേഖലയിൽ കൊള്ളത്തരങ്ങളും കട്ടും മുട്ടിച്ചും നിൽക്കുമ്പോൾ, സ്വന്തം ഭൂമികൾ കൈയാട്ടി പിടിക്കാൻ നോക്കുമ്പോൾ, നാടിൻ്റെ വികസനത്തിനായി വെച്ചിരിക്കുന്ന റോഡുകൾ പോലും കൈയടക്കി വസ്തുക്കളാക്കാൻ നോക്കുമ്പോൾ അതിനെതിരെ പോരാടിയ നമ്മുടെ പ്രിയ സെക്രട്ടറി രജിരാജിനെ അതിമൃഗീയമായ രീതിയിൽ ഇന്നലെ ചെമ്മന്തൂരിൽ മർദ്ദിക്കുകയുണ്ടായി. ഒരു സ്വിഫ്റ്റ് കാറിൽ 5-6 ഗുണ്ടകൾ വന്ന് വളരെ മോശമായ രീതിയിൽ ഒരു മനുഷ്യനോടും ചെയ്തുകൂടാത്ത രീതിയിൽ കമ്പിവടികൾ കൊണ്ട് കൈകാലുകൾ തല്ലി ഓടിച്ചു എന്ന് തന്നെ പറയാം. തലയ്ക്കടിക്കുകയും വെട്ടുകയും ചെയ്തത് അദ്ദേഹം കൈകൊണ്ട് തടഞ്ഞതുകൊണ്ട് ഏതോ ഭാഗ്യത്തിൽ ജീവൻ തിരിച്ചു കിട്ടി. ഇതിനു മുമ്പേയും അദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. DMK-യുടെ എന്ത് പരിപാടികൾക്കും ആക്രമണം നേരിടുന്നു. ഇത് വെച്ച് ഓർപ്പിക്കാൻ പറ്റില്ല. പൊതുജനങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും അതല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ ഒപ്പമുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് നാളെയുടെ നാടിന് വേണ്ടിയിട്ടാണ്. വരുന്ന പുതിയ തലമുറയ്ക്ക് നാളെ നാട്ടിൽ സമൂഹത്തിന് മുമ്പിൽ ഏതെങ്കിലും രീതിയിൽ പൊതുപ്രവർത്തനം ചെയ്യണം. അവരെ കൂടെ പ്രോത്സാഹിപ്പിച്ച് DMK എല്ലാവരെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടിയെ അടിച്ചമർത്താം എന്നുള്ളൊരു തോന്നൽ വെച്ച് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് അവരുടെ വെറും സ്വപ്നം മാത്രമാണെന്ന് DMK-ക്ക് പറയാൻ കഴിയും. നിങ്ങളിപ്പോൾ ചെയ്തത്, നിങ്ങൾ തീക്കൊള്ളി കൊണ്ട് മാത്രമാണ് ഇപ്പോൾ തലവർന്നിരിക്കുന്നത് ഓർത്ത് വയ്ക്കുക. നിങ്ങളുടെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിപരാഗ്യം വെച്ചോ ആണെങ്കിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല. കാരണം നാളുകളിൽ അത് അന്വേഷണത്തിലിരിക്കുകയാണ്, പോലീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിലിരിക്കുകയാണ്. അതിൻ്റെ നീതി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പോലീസുകാർ ചെയ്യുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനുമായി ബന്ധപ്പെട്ടൊരു പ്രതിഷേധം, ശക്തമായൊരു പ്രതിഷേധമാണ് DMK ഇന്നിവിടെ നടത്തിയത്. ഈ DMK ഇന്ന് നടത്തുന്ന പ്രതിഷേധത്തിൽ നമുക്ക് നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ ലഭ്യമായില്ല എങ്കിൽ സമരം ഇനിയും തുടരും. ഇന്ന് നമ്മുടെ ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി വ്യാപാരി വ്യവസ്ഥകൾ ഒന്നടങ്കം നമ്മളോട് സഹകരിച്ചു. വളരെ സ്നേഹത്തോടെ അവർക്ക് DMK-യുടെ എല്ലാ പ്രവർത്തകർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ ഈ കൂടിയ പ്രതിഷേധവും ഈ ഹർത്താലിൻ്റെ വൻ വിജയവും ഇതിനുവേണ്ടി സഹകരിച്ച വിജയിപ്പിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ നന്ദി അറിയിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി ചർച്ച ചെയ്ത് അതുമായി മുന്നോട്ട് പോയി എൻ്റെ കാര്യങ്ങളുമായി സംസാരിച്ച് മറ്റുള്ളവരെ അറിയിക്കും. ബാക്കി കാര്യങ്ങൾ സെക്രട്ടറി രജിരാജിനെ ആക്രമിച്ചതിന് പ്രതിഷേധിച്ച് പുനലൂരിൽ എന്തായാലും വരും ദിവസങ്ങളിൽ പ്രതിയെ പിടിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം വ്യക്തമായി അറിഞ്ഞതിന് ശേഷം പറഞ്ഞില്ല അതിന് കാലതാമസം വരികയാണെങ്കിൽ കൂടുതൽ സമരങ്ങളിലേക്ക് പോകുമെന്ന് DMK ഇവിടെ സമാപനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം. ഒരു പറയാനുള്ളൂ, അക്രമ രാഷ്ട്രീയം. അത് ആര് ഏത് മേഖലയുള്ളവരാണ് ശരി, അക്രമം ഏറ്റവും നല്ല അക്രമം എന്ന് പറഞ്ഞൊരു കാര്യം. ഒരാളെ
വേദനിപ്പിച്ചുകൊണ്ടൊരു സംവിധാനത്തിലേക്ക് ആരും തന്നെ പോകും. ശരിയല്ല. അതൊക്കെ തീർത്തും എന്താ ഏത് ഫേസ്ബുക്കിലൂടായാലും അല്ല വാക്കാൽ തന്നെ പറഞ്ഞു തീർക്കുക. അതിന് മർദ്ദിക്കുക, എടുക്കുക, ഗുണ്ടായുസം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അതൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നടന്നിട്ടുണ്ടാവും. ഇനിയൊക്കെ നടത്തുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം എല്ലാ ആൾക്കാരും മാറി നിൽക്കണം എന്നാണ് ഈ ഒരു അവസരത്തെ പുനലൂർ സാംസ്കാരിക സമിതി വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ പറയാൻ കാരണം. കാണിക്കുന്നതിന് കുറച്ചുകൂടെ പ്രത്യേകതയുണ്ട്. കാര്യം അത്രത്തോളം ക്രൂരമായി അദ്ദേഹത്തെ ഒരു പൊതുപ്രവർത്തനമാണ്. ഏതെങ്കിലും പൊതുപ്രവർത്തനം ആയിക്കോട്ടെ, അത് ആരാണ് കൊള്ളാമെന്നോ ആരാണ് നല്ലവരോ ആരാണ് നല്ലവരെന്നൊക്കെ തീരുമാനിക്കാൻ നമ്മൾ ഓരോരുത്തരുമാണല്ലോ. അത് മർദ്ദനം എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് കിടക്കുക എന്ന് പറയുമ്പോൾ ഈ മർദ്ദിച്ചവർ അതിന് ഏത് തരം ആൾക്കാരാണെന്ന് ചിന്തിച്ചു പോകണം. ഒരുപറ്റം ഗുണ്ടകൾ വന്ന് പട്ടാപ്പകൽ ഒരു പള്ളിയുടെ മുമ്പിൽ വെച്ച് മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു കോളേജ് ജംഗ്ഷനിൽ. അപ്പോൾ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രം പറയണം. എന്തായാലും ഹർത്താൽ പൂർണ്ണ വിജയമായിരുന്നു DMK-ക്ക് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇതുവരെ ഒരു കടകളും രാവിലെ തന്നെ വ്യാപാരികൾ, ബേക്കറി ഉൾപ്പെടെ എല്ലാവരും സഹകരിച്ചു. അതിനവർ നന്ദി അറിയിച്ചു. എന്തായാലും ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പുനലൂർ സാംസ്കാരിക സമിതി അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ. ഈ ജംഗ്ഷനിൽ ഇപ്പോൾ എത്ര ഗവൺമെൻറ് ഹോസ്പിറ്റൽ ജംഗ്ഷനാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉള്ളത്.